യാതനകൾ കൊണ്ട് പിന്നീട് കുപ്രസിദ്ധമായ KBK ബെൽറ്റ് എന്നാണ് ചുരുക്കപ്പേര്. ആ മഹാക്ഷാമകാലത്ത് ആയിരങ്ങൾ ദാഹത്തിൽ പട്ടിണിയിൽ പിടഞ്ഞൊടുങ്ങിപ്പോയ ഒരു ചാവുനിലമാണ്, ഒരു നരകഭൂമി. ആദിവാസി മേഖലയാണ്. ഞങ്ങളൊന്ന് പോകുമ്പോഴും കാര്യമായ മാറ്റങ്ങളില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വോട്ട് ചോദിച്ചു പോലും അങ്ങോട്ടേക്ക് പോകാറില്ലാത്ത കാടും മേടും, വയറൊട്ടിയ മനുഷ്യർ, അഴുക്കുചാലിൽ പന്നികൾക്കൊപ്പം പുളയ്ക്കുന്ന കുഞ്ഞുങ്ങൾ, ഇത്രമാത്രം ശുഷ്കമായി പുഴുക്കളെപ്പോലെ മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാനാകുന്നു പടച്ചവനെ എന്ന മനുഷ്യവേദനയിൽ നിൽക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു തിരുവസ്ത്രമിട്ട മാലാക. മഹാരാഷ്ട്രക്കാരിയാണ്. കോടീശ്വരനായ പിതാവിന്റെ ഒറ്റപുത്രി ഒരു കൗതുകത്തിന് ചോദിച്ചു പോയതാണ്, സേവനമാണ് ലക്ഷ്യമെങ്കിൽ അത് നഗരത്തിലാകാമല്ലോ സിസ്റ്ററെ, എന്തിനാണ് ഈ 18-20 കിലോമീറ്റർ കാൽനടയായി നടന്നൊരു സേവന വഴി സ്വയം വേദനിപ്പിക്കൽ? ആ ചോദ്യമുണ്ടാക്കിയ ദേഷ്യം മറച്ചുവെച്ചൊരു ചിരിയോടെയാണ് മറുപടി. ആരോരും നോക്കാനില്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിലെ പരമയാതനകൾ കണ്ടിട്ടും ഒരു റിപ്പോർട്ടറായ താങ്കൾ ഇത് ചോദിച്ചു കളഞ്ഞല്ലോ സഹോദര. വിരിഞ്ഞു വലുതായ ബ്രൗൺ കണ്ണുകളിൽ അന്ന് ഞാൻ കണ്ടത് ഏതെങ്കിലും പരിവർത്തനത്തിന്റെ ദുഷ്ടലക്ഷ്യങ്ങളല്ല, ഒരു കാരുണ്യത്തിന്റെ ദൈവത്തെയാണ്. ഇതായി കേരളത്തിൽ നിന്ന് ജാതിയെപ്പറ്റി പറയും പോലെയല്ല. ആ ചാതുർവർണ്ണ്യം അതിന്റെ ഏറ്റവും നികൃഷ്ടമായ ഭാവത്തിൽ മനുഷ്യനെ തൊടാനറയ്ക്കും മട്ടിൽ ജാതിയുടെ മുടിയഴിച്ചാട്ടം. നഗരമനുഷ്യർ തിരിഞ്ഞു നോക്കാത്ത ഉൾപ്രദേശങ്ങളാണ്, ആദിവാസികൾക്കിടയിലാണ്, ദളിതർക്കിടയിലാണ്, കുഷ്ഠരോഗികൾക്കിടയിലാണ് ആ സമർപ്പിത സേവനങ്ങൾ, സ്നേഹജീവിതങ്ങൾ. ആ തിരുവസ്ത്രമിട്ട രണ്ടുപേരെയാണ് മതവെറിയൻ കൂട്ടം, നിസ്സഹായരായ സ്ത്രീകളൊന്നുപോലും നോക്കാതെ കയ്യും വായും പൊത്തു നിൽക്കുന്ന ഏറാൻമൂളി പോലീസിന്റെ മധ്യത്തിൽ ആക്രോശം, ആൾക്കൂട്ട വിചാരണ, വെറുപ്പ് തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായി പോയ തമ്മാടിക്കൂട്ടമേ പാതകമാണ്, ഗൂണ്ടാപ്പണി.